ശാസ്ത്ര വളർച്ചയേക്കാൾ വേഗതയിൽ സമൂഹം രാസലഹരിക്ക് അടിമപ്പെടുകയാണെന്ന മിഷൻ ബെറ്റർ ടുമോറോ ലഹരി വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കാനും ലഹരി വിരുദ്ധതയ്ക്ക് പിന്തുണ നൽകാനുമായി റീഫ്രെയിം ആൻറ്റി ഡ്രഗ് വാക്കത്തോൺ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ തുടക്കമെന്ന നിലയ്ക്കാണ് ഏപ്രിൽ 19-ന് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ മത്സരങ്ങളും ബോധവൽക്കരണവും നടത്തുന്നതുകൂടാതെ ഹ്രസ്വചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളിൽ ജില്ലയിലെ പ്രഗത്ഭർ പങ്കെടുക്കും. ലഹരിയെ പ്രതിരോധിക്കാൻ വിദ്യാർത്ഥികളിൽ മാനസികമായ കരുത്തു നൽകുന്നതിന് പരിശീലനം നൽകും. മിഷൻ ബെറ്റർ ടുമോറോ, പാലക്കാട് പ്രവാസി സെന്റർ, പാലക്കാട് ഒളിമ്പിക് അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് ഒരു വർഷം നീളുന്ന ബോധവൽക്കരണം നടത്തുന്നത് എന്നും ഭാരവാഹികൾ പറഞ്ഞു. എല്ലാത്തിലുപരി സന്നദ്ധ സംഘടന കൂടി വലിയൊരു ഉത്തരവാദിത്വമായിരിക്കുകയാണ് ഈ ലഹരിക്കെതിരെ മുന്നോട്ടിറങ്ങി വരേണ്ട കാലം. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നൽകി മിഷൻ ബെറ്റർ ടുമോറോ കേരളത്തിൽ മൊത്തമുള്ള ആഗോളത്തിൽ വ്യാപിച്ചെടുക്കുന്ന ഒരു സംഘടന മിഷൻ ബെറ്റർ ടുമോറോ, നന്മ ഫൗണ്ടേഷൻ എറണാകുളത്ത് അതിനുമായി മിഷൻ ബെറ്റർ ടുമോറോ അവരും പാലക്കാട് പ്രവാസി സെന്റർ കൂട്ടായ്മയെന്ന് അവർ അതിന് ഒളിമ്പിക് അസോസിയേഷൻ മൂന്ന് സംഘടനകൾ ചേർന്നുകൊണ്ടുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു ബൃഹത്തായ പദ്ധതിയുടെ തുടക്കം നിലയ്ക്കാണ് ഈ വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. മിഷൻ ബെറ്റർ ടുമോറോ പ്രസിഡന്റ് VS മുഹമ്മദ് കാസിം, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് P രാജേഷ്, പ്രവാസി സെന്റർ സെക്രട്ടറി ശശികുമാർ ചിറ്റൂർ, രമേശ് ബാബു, യൂനസ് അഹമ്മദ്, R സ്വാമിനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.